ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദത്തിന് ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി കൊലക്കയർ വിധിച്ചത്. കാമുകനായിരുന്ന ഷാരോൺ രാജിന് കളനാശിനി നൽകിയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കാൻ ഷാരോൺ ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തത്. 2022 ഒക്ടോബർ മാസം 14 ഷാരോണിന് വിഷം നൽകിയത്. ലൈംഗിക ബന്ധം നടത്താനെന്ന വ്യാജേന വീട്ടിലേക്ക് പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം നടത്തിയത്. കൃത്യം 11 ദിവസം ഒക്ടോബർ 25 ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഷാരോൺ മരിച്ചത്. ഷാരോണിന്റെ വൃക്ക, കരൾ, ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പാറശാലയ്ക്ക് സമീപം സമുദായ പൈറ്റ് JP ഭവനിൽ ജയരാജിന്റെ മകനാണ് ഷാരോൺ. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയുമായിരുന്നു. 2021 ഒക്ടോബറിലാണ് ഇരുവരും ആദ്യമായി പരസ്പരം കാണുന്നത്. കോളേജിലേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ചായിരുന്നു ഷാരോണും ഗ്രീഷ്മയും പരിചയപ്പെട്ടതും പിന്നീട് പ്രണയത്തിലായതുമെന്നും കേസിന്റെ കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നു. മാസങ്ങൾക്ക് ശേഷം 2022 മാർച്ചിൽ പട്ടാളത്തിൽ ജോലിയുള്ള ഒരു യുവാവുമായി ഗ്രീഷ്മയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിരുന്നു. ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന ജ്യോത്സ്യന്റെ പ്രവചനവും ഉണ്ടായിരുന്നു. പട്ടാളക്കാരനുമായുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ഗ്രീഷ്മയെ ഷാരോൺ താലി കെട്ടിയത്. പാറശാലയിലുള്ള ഷാരോണിന്റെ വീട്ടിൽ വെച്ചും പിന്നീട് തിരുവനന്തപുരം വെട്ടുകാട് പള്ളി മുറ്റത്ത് വെച്ചും താലി കെട്ടി. ഇതിനുശേഷം തമിഴ്നാട് തൃപ്പരപ്പിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ ഇരുവരും മുറിയെടുക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പുതിയ വിവാഹാലോചനയ്ക്ക് പിന്നാലെ ഷാരോണുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. പക്ഷേ വിട്ടുപോകാൻ ഷാരോണിന് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. 2022 ഒക്ടോബർ 14 ഷാരോൺ സുഹൃത്ത് റെജിനൊപ്പമാണ് ഗ്രീഷ്മയുടെ കന്യാകുമാരിയിലെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കളനാശിനിയായ പാരക്വിറ്റ് കലർത്തിയ കഷായം നൽകി. കഷായം കൊടുത്ത ശേഷം കയ്പ് മാറ്റാൻ ജ്യൂസ് കൊടുത്തു. പിന്നാലെ ഷാരോൺ മുറിയിൽ ഛർദ്ദിച്ചു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവെ പലതവണ ഛർദ്ദിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്ത ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇതിനിടെ ഗ്രീഷ്മ തന്നെ ചതിച്ചുവെന്ന സംശയമുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണമെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന ചില ചാറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വേർപിരിയാമെന്ന് ഒന്നിലധികം തവണ ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞിട്ടുണ്ട്. അവസാനമായി കളനാശിനി കലർത്തിയ കഷായം നൽകുന്നതിനു മുൻപ് ഗ്രീഷ്മ ഇക്കാര്യം ഷാരോണിനോട് ചോദിച്ചെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഷാരോണിന് പിരിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ആ സ്നേഹം തന്നെയാണ് മരണത്തിലേക്ക് ഷാരോണിനെ നയിച്ചതും. ഗ്രീഷ്മയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകത്തിന് മുന്നോടിയായി നടത്തിയ ഗവേഷണത്തിന്റെ ചരിത്രം ചുരുളഴിഞ്ഞത്. തുടക്കം മുതൽ വിഷം നൽകി കൊലപ്പെടുത്താനായിരുന്നു ഗ്രീഷ്മയുടെ ശ്രമം. മെല്ലെ മെല്ലെ വിഷം നൽകി ആരും അറിയാതെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള അന്വേഷണങ്ങളായിരുന്നു ഗ്രീഷ്മ നടത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.